എന്താണ് ഗൈസ് ഇവിടെ നടക്കുന്നത്? എനിക്കിപ്പോ അറിയണം. ജസ്റ്റ് ഒരു മുണ്ടെടുത്ത് ഒരു ഷർട്ട് ഇട്ട് ഇറങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. ഞങ്ങൾക്ക് എന്താ ഉത്സവം ഇല്ല? ഇവിടെ സ്ത്രീകൾക്ക് മാത്രം ഉത്സവമുള്ള. ചോദ്യം നമ്പർ 1. എന്തോ എങ്ങനെ എനിക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ആള് വന്നിട്ട് റെഡിയായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. സത്യം മാത്രം പറയണം. കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിക്കുക. അല്ലെ, അതുപോലെ ക്യാമറ മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിക്കുക. ആന്റി അങ്കിളൊക്കെ വന്നിട്ടുണ്ട് ഉത്സവത്തിൽ പങ്കെടുക്കാനും ഒക്കെ ആയിട്ട്. അത് കൂടാതെ ഈ രണ്ട് മണൂക്കത്തികളെ കൊണ്ട് ഞങ്ങൾ കുറെ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യണം. അതുപോലുള്ള അമ്മ സാരി ഉടുത്ത് നേരത്തെ ഇറങ്ങി, ചെക്കൻ റെഡിയായി. ഇവിടെ ഒരാൾ, ഇതെന്താണ് ഇതിന്റെ പേരെന്താ? സാരിയ സെറ്റും ഉണ്ട്. ഇവള് ധാവണി. എന്താണിത്? ധാവണി. അപ്പൊ ഉത്സവം വ്ലോഗ് നമ്പർ 2. ഇന്നലത്തെ ഒരു വ്ലോഗ് എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മളെല്ലാരും കൂടി നേരെ ഇനിയിപ്പോ എവിടത്തേക്കാ പോകുന്നേ? അതെ, അങ്കിളും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ വ്ലോഗുകളിലൊക്കെ അങ്കിളും ആന്റി ഉണ്ടാവും. ഹായ്, ബാ. ഞങ്ങൾ വ്ലോഗ് എടുത്തോണ്ടിരിക്കല്ലേ, ഇവര് മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ്. എന്തായാലും വ്ലോഗില്ല. കേറ് അവരൊന്ന് സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ അവര് വന്നു, അവരോട് സംസാരിച്ചു, അവരങ്ങോട്ട് ഇറങ്ങി. അപ്പൊ ഇനിയിപ്പോ എന്താ, എവിടത്തേക്കാ നമ്മള് പോകുന്നേ? അല്ല, ഞാൻ ചോദിച്ചു എവിടത്തേക്കാണ്. ഇനിയിപ്പോ ഇതൊക്കെ കൊടുത്തിഞ്ഞ് ഇത്രയും പേരൊക്കെ പെൺകുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടും ഒരു മോള് കണ്ട ആമ്പിള്ളേരുടെ പോലെ ഷർട്ടും പാന്റിലും ഇട്ട് ഇറങ്ങിയേക്കണത് പറ്റുന്നില്ല. ചെറുതായി പട്ടോളം ബ്ലൗസ് എടുത്തു കഴിഞ്ഞാൽ ഇടയില്ല. കുഴപ്പമില്ല, എന്റെ മോക്ക് ഇത് മതി. എന്നാ പിന്നെ ഇറങ്ങാം. ബാമേ പോവാ ആന്റി, ബാ. ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം എന്താ നല്ല പൂർണ്ണചന്ദ്രൻ അല്ലേ? പൂർണ്ണചന്ദ്രൻ എന്തിനാണ് ഗൈസ്? ഇതാ ഇവിടെ പൂർണ്ണചന്ദ്രനെ പോലെ രണ്ടുപേരിങ്ങനെ തിളങ്ങുകയല്ലേ? പൂർണ്ണചന്ദ്ര ബിംബം പോലെ തിളങ്ങുന്ന ഓപ്പക്കെന്താ നമ്മക്കെന്താ ഓപ്പക്ക് പോയി ഓപ്പേന്റെ പെങ്ങളെയും പറയും ഭാര്യനെയും പറയും ആൾക്കാര്. ഇവരെന്നാ അമാവാസി ചന്ദ്രനെ പോലെയാണ്. ഞാൻ പാവാണ്. എന്നാ ഇവര് രണ്ടാളും അമാവാസി പോലെ പോരെ? നട ഞങ്ങളങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാണത്? അവരാ ചക്കിക്കൊത്ത ചങ്കരൻ. നട മുല്ലപ്പൂവൊക്കെ ഉണ്ടല്ലോ. ഇതെന്താ ഒരാൾക്ക് മുല്ലപ്പൂ കുറച്ച് കൂടുതലാണല്ലോ. നിക്ക് സന്റെ കുറച്ച് കുറവാണല്ലോ. നീ മഹാബലിയായ ചവിട്ടി താത്തി എനിക്ക് നിന്നെ സവായിട്ട് നിങ്ങളെ രണ്ടാളെ കാണിച്ചില്ലല്ലോ. നന്ദുവിന് ഇന്നലെ കാണിച്ചിട്ടില്ല പുതിയ. അതെ, ഇന്ന് നിന്നെ ആദ്യമായിട്ട് കാണിക്കുന്നു നന്ദുവിനെ. നന്ദു ഡ്രസ്സിലേക്ക് ആയിട്ടില്ല, ഉത്സവ മൂഡിലേക്ക് എത്തിയിട്ടില്ല. അമ്മ സെറ്റായി. ഞങ്ങളുടെ വാവയോ ഉറക്കാന്ന് കൈസ്, ഉറക്കാന്ന്. ജയാന്റി അമ്മൂനെ ആദ്യമായിട്ടാണ് കാണണേ. ഭാവന ആദ്യമായിട്ടാണ് കാണണേ. അങ്ങനെ ഉത്സവത്തിൽ ഇവിടെ തയ്യാറെടുപ്പുകളൊക്കെ റെഡിയായി. ഉത്സവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പിള്ളേഴ്സ് കൂടെ നടന്ന് കളിക്കുന്നുണ്ട്. അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ ഇവിടെ ഉണ്ട്. എന്താ പറയാനുള്ളേ? അതന്നെ കാണാനില്ല, കണ്ണി കാണാനില്ല. അതെയാ? ഒന്നും വേണ്ട
നമ്മള് ചോറ് കഴിക്കട്ടെ. നിങ്ങള് കഴിച്ചിട്ടില്ല, കഴിക്കാൻ മാത്രം. ഞങ്ങള് ചോറ് കഴിക്കട്ടെ. ജിദ്വളിയനുണ്ട് ഇവിടെ. ജിദ്വളിയനും മാമനും മറച്ചു വെക്കുന്നു. ഞങ്ങളങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അന്നദാനം അങ്ങനെ പ്രത്യേകം പറയണം. സത്യം ദേവീന്റെ അന്നദാനം കഴിക്കാൻ വേണ്ടി ഏത് അമ്പലത്തിൽ പോയാലും എനിക്ക് ചോറ് കഴിക്കാണ്ട് വരുമ്പോ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ. ചോറ് കഴിക്കോട്ടെ ഒപ്പം ക്യൂവെല്ലാം നിൽക്കേണ്ട മടിച്ചിട്ടില്ലേ പറയുമ്പോഴേ നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞാനും കഴിക്കാനേ വാങ്ങിക്കൊടുത്താ മതി. 50. നിനക്കെന്താ വേണ്ടേ? നിനക്കെന്തെങ്കിലും വേണോ? 50 രണ്ടാക്ക് 50 എടുത്ത് വാങ്ങി തരും കേട്ടോ. ചിത്രം വാങ്ങി തരും കേട്ടോ. സ്ലൈം മതി പോ ചെല്ലി. കൈ കഴുകണേ അതൊക്കെ എടുത്തിട്ട്. ഇവരെല്ലാവരും ഐസ് തിന്നോണ്ടിരിക്കുകയാണ്. കണ്ട അമ്മായിമാരൊക്കെ ഐസ് തിന്നുന്ന്. അമ്മായിന്റെ അടുത്തുണ്ട്, റവീബിന്റെ അടുത്തുണ്ട്. നമുക്ക് മാത്രം ഐസ് ഇല്ല ഗൈസ്. നിന്റെ അടുത്ത് ഐസ് തിന്നണ ഞാൻ കണ്ട്, നീ അമ്മ തിന്നണ ഞാൻ കണ്ടിന്. ഇവരെല്ലാരും ഐസ് തിന്നിട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ വിപിന നമുക്കായി കണ്ട കാത്തു വെച്ച്. നിന്റെ കയ്യിലല്ല ഐസ് ഇരിക്കുന്നത്. പിന്നെ നീ ഒരു കടി എനിക്ക് ഒരു കടി നിൽക്കുക. നിന്റെ അനിയത്തി കൊടുക്ക ചെല്ലി. ഉത്സവം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് നീന്തിക്കണ്ട. സംഭവം നമ്മുടെ കണ്ണാടിപ്പറമ്പ് അമ്പലത്തിൽ ഉത്സവത്തിന് വന്ന ആന ഇടഞ്ഞിട്ട് നമ്മുടെ സ്റ്റെപ്പ് റോഡ് വഴി ഓടി നമ്മുടെ കാക്കത്തിരുത്ത് റോട്ടിൽ കൂടിയാണ് പോയത്. അപ്പോൾ ഞങ്ങളവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് കാണാൻ വേണ്ടി വെറുതെ എന്താണ് വിശേഷങ്ങളൊക്കെ അറിയാൻ നോക്കാൻ വേണ്ടി വന്നതാണ്. കുറേ മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ ആന തളച്ച് കേട്ടാ. ആളപായമില്ല ഭാഗ്യത്തിന്. പിന്നെ ഏതോ വണ്ടികളൊക്കെ ആന നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ആളിലൊക്കെ ഒന്നും പറ്റാതിരുന്നാലും വലിയ ഭാഗ്യം. പേടിക്കാനൊന്നുമില്ല, അതിനെ തളച്ചെന്നാണ് അറിഞ്ഞത്. പിന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഏതോ സ്കോഡൊക്കെ വന്നാലാണ് അതിനെ വണ്ടി കയറ്റി കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ ഞാൻ തളച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നതും ശരിയല്ലല്ലോ, റിസ്ക് എടുക്കുന്നത്. അതെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോയി എന്ന് തോന്നുന്നല്ലേ കാത്തുന്നവരൊക്കെ. ഞാൻ പേടിച്ചിട്ടാ, രണ്ട് പ്രാവശ്യം ഓടി. അവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ നമ്മൾ ദൂരത്താണ് നിൽക്കുന്നെങ്കിൽ അവിടെ നിന്ന് വച്ചേക്കുമ്പോൾ ആന വരുമെന്ന് പറയുമ്പോൾ എല്ലാവരും പേടിച്ചോടും. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. മിക്കവാറും ഈ വീഡിയോ വരുമ്പോൾ ആനയൊക്കെ പിടിച്ച് എല്ലാവരും കൊണ്ടുപോയിട്ടുണ്ടാവും. ഗൈസ്, നമ്മൾ ഈ വ്ളോഗ് എടുത്ത് തുടങ്ങിയ സമയത്ത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പൂർണ്ണചന്ദ്രനെ പോലെ ഉണ്ടായിരുന്നു പറഞ്ഞ ടീംസ് എല്ലാം ഇപ്പോൾ അമാവാസി പോലെ ആയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാ ഒരാളിതാ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും പോയവരൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ വ്ളോഗ് കുറച്ച് ഭാഗത്തുനിന്ന് വേറൊരു തലത്തിലേക്ക് പോയി. എന്താ സംഭവം എന്ന് അറിയാമോ? ഇവിടെ ഒന്നുമില്ല. പക്ഷെ ഇതുപോലെ തന്നെ കണ്ണടിപ്പറമ്പ് അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ആന ഇടഞ്ഞിട്ട് ഓടി വന്നത് നമ്മുടെ ഇങ്ങോട്ട് കാക്കത്തിരുത്തിലേക്ക്. ഭയ്യ നമ്മൾ ആനനെ കാണാൻ പോയി. എന്താ പറയണ്ട, ഫുള്ള് ഞാൻ പോയി. പിന്നെ ആളും ബഹളമൊക്കെ ആയി, വ്ളോഗ് അവിടെ ആയി. അപ്പൊ എന്തായാലും ആനനെ ഇപ്പൊ പിടിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വേറെ ആളുകൾക്കൊന്നും പരിക്കൊന്നുമില്ല, ആർക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ വിശദവിവരങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് പഠിക്കാം. നമ്മളിനിപ്പോൾ നടന്ന് വീട്ടിലേക്ക് പോയാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ ബാക്കി കാര്യങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. എന്തായാലും നമുക്ക് വൈൻഡപ്പ് പഠിക്കുന്ന ഇരുട്ടത്തേക്ക് കടന്ന് ഞങ്ങൾ. ഓക്കെ ഗൈസ്, ബൈ.